Hello, good morning. Today we are going to discuss a new topic that is evolution. Uh, in this session, we are going to deal with the eighth module of evolution. Hello, good morning. Uh, Today we are going to discuss a new topic that is evolution. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജനറ്റിക്സ് എവല്യൂഷൻ ബയോസ്റ്റാറ്റി എന്ന് പറയുന്ന പേപ്പറിലെ എട്ടാമത്തെ മൊഡ്യൂളാണ് പറയണത്. ഓക്കെ, അപ്പം അതൊരു എവല്യൂഷന്റെ പാർട്ടായിട്ട് വരുന്ന മൊഡ്യൂളാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം എവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താന്ന് നോക്കാം. ഓക്കെ, എവല്യൂഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് നമ്മൾ ലോകത്തുള്ള ഏതൊരു ജീവി എടുത്താലും ആ ജീവി ധാരാളം ട്രെയ്റ്റ്സ് അഥവാ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിന് കാരണം ആ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഉള്ള ഓരോരോ സെല്ലുകളിലും ഒക്യുപ്പൈ ചെയ്യുന്ന ജീനുകളാണ്. ആ ജീനുകളാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്ത് പോവുക. അതും ഏത് ജീനുകളാ പാസ് ചെയ്ത് പോവാ വെച്ചാൽ മനസ്സിലാക്കുക, സൊമാറ്റിക് സെല്ലല്ല, നമ്മുടെ ബോഡി സെല്ലല്ല, ഏതൊരു ജീവിയുടെയും റീപ്രൊഡക്റ്റീവ് സെല്ലിൽ കാണുന്ന ജീനുകൾ ആണ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുക. മനുഷ്യരുടെ കേസിലാണ് സ്പേം സെല്ലും ഓവം സെല്ലും. അപ്പൊ എവല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഹെറിറ്റബിൾ ക്യാരക്ടേഴ്സ്. അതെന്ന് വെച്ചാൽ ഏതൊരു ഓർഗാനിസത്തിന്റെയും ഹെറിറ്റബിൾ ക്യാരക്ടറിന് കാരണക്കാരായ ജീൻ ഉണ്ടാവും, അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വരിക. ഹെറിറ്റബിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതാണ് കുഞ്ഞിലേക്ക് പാസ് ചെയ്യുക. അപ്പൊ അത് എന്തൊരു സൊമാറ്റിക് സെല്ലിലല്ല വരണ്ടേ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസത്തിലാണെങ്കിൽ അതില് റീപ്രൊഡക്റ്റീവ് സെല്ലിലെ ജീനില് എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഹെറിറ്റബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഓർഗാനിസം പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലുള്ള ജീവിയിലെ ഹെറിറ്റബിൾ ക്യാരക്ടറായ ജീൻ അതിലെന്തെങ്കിലും ചേഞ്ച് വന്നാൽ ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എവല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാനിസം ആണെങ്കിൽ അതിൽ റീപ്രൊഡക്റ്റീവ് സെല്ലിലെ ജീനുകൾക്ക് ചേഞ്ച് വന്നാൽ അത് ഹെറിറ്റബിൾ ചേഞ്ച് ആണ്, അത് കുഞ്ഞിലേക്ക് പോകും. എന്നാൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ പെർഫോം ചെയ്യുന്ന ജീവികളിലാണെങ്കിൽ അവരെ സൊമാറ്റിക് സെൽ അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കുന്ന പാർട്ട്, ഏത് പാർട്ടിൽ നിന്നാണോ പുതിയ ജനറേഷൻ ഉണ്ടാകുന്നത് ആ പാർട്ടിലെ ജീനുകൾക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ചേഞ്ച് വന്നാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ചേഞ്ച് ഇൻ ഹെറിറ്റബിൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കാം. അപ്പൊ അതാണ് ഇവിടെ മീനിങ്. ഇതിന്റെ എവല്യൂഷന്റെ മീനിങ് എന്താ, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഹെറിറ്റബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഓർഗാനിസം പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ അല്ലെ, അതാണ് എവല്യൂഷൻ. ഓക്കെ, അതാണ് ആ കൺസെപ്റ്റ് എവല്യൂഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ബീങ്ങിന്റെ കേസിലാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് അടുത്ത ജനറേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചിന് കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഒന്നുകിൽ അത് ആ ഹെറിറ്റബിൾ ചേഞ്ചിന് കാരണം എന്താ, അവരുടെ ജീന് അല്ലെങ്കിൽ DNA ജീനിൽ ഉണ്ടാകുന്ന ചെറിയ മ്യൂട്ടേഷൻസ് ആയിരിക്കാം. മ്യൂട്ടേഷൻ അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഗാമീറ്റുകൾ ഉണ്ടാകുന്ന ക്രോസിംഗ് ഓവർ, ക്രോമസോമിന്റെ സെഗ്മെന്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്, അതാകാം. അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാകാം ജീനിൽ ചേഞ്ച് വരുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് വരാം, ചേഞ്ച് വരാം. ഓക്കെ, അപ്പൊ അതാണ് എവല്യൂഷന്റെ ആശയം. ഇനി ആ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായ ചേഞ്ചസ് ആയിരിക്കും, അത് വലിയ ചേഞ്ചസ് ആവണമെന്നില്ല. പക്ഷെ ആ മൈന്യൂട്ടായ ചേഞ്ചസ് ധാരാളം ജനറേഷൻ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അത് നമ്മൾ ധാരാളം ജനറേഷൻ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ ചെയ്യും, അത് വലിയൊരു ചേഞ്ച് ആയി മാറും. ഓക്കെ, ആ കോൺസെപ്റ്റ് പ്രകാരമാണ് പ്ലാന്റ്സിന്റെ കേസിൽ സയൻസ് പറയുന്നത്, ആദ്യം ആൽഗയാണ് ഭൂമിയിൽ ഇവോൾവ് ചെയ്ത പ്ലാന്റ്, പിന്നെ വർഷങ്ങളോളം ആൽഗയായിരുന്നു, അതിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ് എന്ത്, ബ്രയോഫൈറ്റുകൾ. ആ ബ്രയോഫൈറ്റുകളും ആൽഗയും ഭൂമി കുറെ കാലം ഡോമിനേറ്റ് ചെയ്ത് ജീവിച്ചിരുന്നു. പിന്നെ ആ ബ്രയോഫൈറ്റിൽ നിന്നാണ് ടെറിഡോഫൈറ്റുകൾ ഉണ്ടായത്. ആ ടെറിഡോഫൈറ്റ് ഉണ്ടായ ഉടനെ തന്നെ ജിംനോസ്പേം ഉണ്ടായിട്ടില്ല. ടെറിഡോഫൈറ്റുകൾ വർഷങ്ങളോളം ഭൂമിയിൽ ജീവിച്ചു. അങ്ങനെ ആൽഗയും ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റുകളും ഒരുമിച്ച് ജീവിച്ചിരുന്നു. പിന്നെ വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ടെറിഡോഫൈറ്റുകൾ സംഭവിച്ചിട്ടാണ് ജിംനോസ്പേം ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പം ഹ്യൂമൻ ബീങ്, ഭൂമി എർത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ് ഉള്ള ഈ കാലത്ത് ആൻജിയോസ്പേം എന്ന് പറഞ്ഞ
ഫിഫ്ത്ത് പ്ലാന്റ് ഗ്രൂപ്പും കൂടി വന്നു. ഇപ്പൊ ഭൂമിയിൽ ആൽഗയും ഉണ്ട്, ബ്രയോഫൈറ്റും ഉണ്ട്, തെർഡോഫൈറ്റും ഉണ്ട്, ജിംനോസ്പം ഉണ്ട്, ആൻജിയോസ്പം ഉണ്ട്. ഇതൊക്കെ എവല്യൂഷന്റെ ഭാഗമായി ഉണ്ടായത് എന്നാണ് സയൻസ് കണക്കാക്കപ്പെടുന്നത്. ഇനിയും പറയപ്പെടുന്നത് ഈ ആൻജിയോസ്പേമിൽപ്പെട്ട 2 പ്ലാന്റുകളാണ് C3 പ്ലാന്റ്സ് ആൻഡ് C4 പ്ലാന്റ്സ്. കണ്ടോ, ഇനി പറയപ്പെടുന്നത്, ഇനിയുള്ള അസംപ്ഷൻ വെച്ചാൽ മനസ്സിലാക്കാം, ചിലപ്പോൾ ഈ ആൻജിയോസ്പേമിൽ നിന്ന് ഇവല്യൂഷൻ നടന്നുണ്ടായ C3 പ്ലാന്റും C4 പ്ലാന്റും ഉണ്ട്. വർഷങ്ങൾ കഴിയുമ്പം ഈ C4 പ്ലാന്റ് അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് വരും, C3 പ്ലാന്റ് എങ്ങനെ കുറഞ്ഞു പോകുന്നതാണ് ഇപ്പോഴത്തെ അസംപ്ഷൻ. കണ്ടോ, അതൊക്കെ എവല്യൂഷന്റെ പാർട്ടാണ്. അങ്ങനെ പ്ലാന്റ്സിലും ആനിമൽസിലും എല്ലാം എവല്യൂഷൻ നടക്കുന്നുണ്ട്. ആ കോൺസെപ്റ്റ് പ്രകാരമാണ് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന ജീവികൾ ഉണ്ടായത് മങ്കീസ് എന്നാണെന്നും പറയുന്നില്ല. എവല്യൂഷൻ ആണ്. തെറ്റാം ശരിയാണ്, തെറ്റ് വരാം ശരി വരാം. അതിന്റെ കോൺസെപ്റ്റ് പറയുന്നതാണ് ഹ്യൂമൻ ബീയിങ്ങിൽ മങ്കീസ് എന്ന് ഹ്യൂമൻ ബീയിങ് ഉണ്ടായെന്ന് പറയുന്നില്ല. മങ്കീസും ഹ്യൂമൻ ബീയിങ്സും തമ്മിൽ ധാരാളം സാമ്യതകളുണ്ട്. ആ സാമ്യതകൾ കാരണം എന്നൊക്കെ മനസ്സിലാക്കുക. അവരുടെ ആൻസിസ്റ്റേഴ്സ്, അവരെ ആൻസിസ്റ്റേഴ്സിനെ അങ്ങനെ ട്രേസ് ചെയ്ത് ബാക്കിലേക്ക് പോയാൽ വർഷങ്ങൾക്ക് മുന്നേ അവർ ഒറിജിനേറ്റ് ചെയ്തത് ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് വന്ന 2 ജീവികളായതുകൊണ്ടാണ് അവർ തമ്മിൽ സാമ്യതകൾ ഉള്ളത് എന്നൊക്കെയാണ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എവല്യൂഷൻ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങൾ എവല്യൂഷനിൽ തെറ്റുകൾ സംഭവിക്കാം. പല ആളുകൾക്കും അതിനെതിരെ പല രീതിയിലുള്ള ആശയങ്ങളായിരിക്കാം. എന്നാലും ഒരു കോമൺ ഫാക്ടർ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് എവല്യൂഷന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഏതൊരു ജീവിയിലെയും ഹെറിറ്റബിൾ ക്യാരക്ടറിസ്റ്റിക് ആയ ജീനിൽ ഒരു ചേഞ്ച് വന്നിട്ട് ആ ചേഞ്ച് അടുത്ത ജനറേഷനിലേക്ക് കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കുക? എവല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ താമസിക്കുന്ന ഭൂമി ഉണ്ട് അല്ലെ, എർത്ത് അല്ലെ. ആ എർത്തില് എപ്പോഴാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെ? ഇപ്പോഴും അതിനൊരു കറക്റ്റ് ആൻസർ ആയിട്ടില്ല. എന്നാലും കിട്ടിയ എവിഡൻസ് വെച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് എപ്പം ഭൂമിയിൽ ലൈഫ് ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന്. ഓക്കെ, ഇപ്പം ഏകദേശം കാണാൻ 4.5 ബില്യൺ ഇയേഴ്സ് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ആണ് ഭൂമിയിൽ ലൈഫ് ഇവോൾവ് ചെയ്തത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 4.5 ബില്യൺ അല്ല, മില്യൺ ഇയേഴ്സ് ആണ്. 4.5 മില്യൺ ഇയേഴ്സ്. ഓക്കെ, ഇത്രയും വർഷങ്ങൾക്ക് മുന്നെയാണ് ഭൂമിയിൽ ലൈഫ് ഇവോൾവ് ചെയ്തത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെ കണക്കാക്കപ്പെട്ടു നോക്കിയാൽ മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കാർബൺ ഡേറ്റിംഗ് അല്ലെ. ഒരു കോമ്പൗണ്ടിന്റെ അകത്തുള്ള C14 അളവ് നോക്കിയിട്ട് ആ ഒബ്ജക്റ്റിന്റെ ഏജ് കണക്കാക്കുന്ന പ്രതിഭാസത്തിനാണ് പ്രോസസ് നമ്മൾ കാർബൺ ഡേറ്റിംഗ് അല്ലെ. മെഷറിംഗ് ദ ഏജ് ഓഫ് എനി കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ ഓർ എനി മെറ്റീരിയൽ ബൈ മെഷറിംഗ് ഇറ്റ്സ് കാർബൺ 14 ബൈ നോർമൽ കാർബൺ അല്ലെ. അതിലെ നോർമൽ കാർബണും റേഡിയോ ആക്റ്റീവായ കാർബൺ 14 അളവ് കമ്പയർ ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഏജ് കണക്കാക്കുന്നതിനാണ് കാർബൺ ഡേറ്റിംഗ് എന്നാണ് വിളിക്കുക. അപ്പൊ എങ്ങനെയാണ് 4.5 ബില്യൺ ഇയേഴ്സിന് മുന്നെയാണ് ഇത് കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നത്? എങ്ങനെ? എർത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയ അവൈലബിൾ ആയ ഏറ്റവും ഓൾഡസ്റ്റ് ആയ റോക്കിന്റെ കമ്പോണന്റ് എടുത്ത് അതിന്റെ അകത്തുള്ള കാർബൺ 14 അളവ് കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും ഏജ് ഉള്ള റോക്ക് ആണെങ്കിൽ അത് എത്ര വർഷം മുന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലിയർ ആയി പറയാൻ പറ്റും, എന്തായാലും ആ പാറയുടെ ഏജ് എത്രയാണോ അതിനേക്കാൾ മുന്നേ എർത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ രണ്ടാമത് നോക്കലെന്ന് മനസ്സിലാക്കുക, ചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ചന്ദ്രൻ, മൂൺ അല്ലെ. മൂണിൽ നിന്ന് എർത്തിന്റെ സർഫസിൽ വന്ന് വീട് കിടക്കുന്ന ചെറിയ ചെറിയ പാറക്കെട്ടുകളും അങ്ങനത്തെ ചെറിയ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിന്റെ ഏജും കണക്കാക്കുക. അതുപോലെ മെറ്റീരിയൽസ് കണ്ടോ, ഈ മൂന്നിന്റെയും ഏജ് കണക്കാക്കിട്ടാണ്. ഉൽക്കകള്, ഇങ്ങനത്തെ സാധനങ്ങൾ, മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് എർത്തിന്റെ സർഫസിൽ വന്ന് വീഴുന്ന ഉൽക്കകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മൂണിൽ നിന്ന് വരുന്ന റോക്സുകൾ ഉണ്ടാവും. എർത്തിൽ തന്നെ നിൽക്കുന്ന ഓൾഡസ്റ്റ് ആയ റോക്കുകൾ ഉണ്ടാവും. ഇതിന്റെ ഒക്കെ ഏജ് കണക്കാക്കി നമുക്കൊരു അസംപ്ഷനിൽ എത്താൻ പറ്റും. എന്ത്? ഏകദേശം 4.5 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് എർത്തിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് എന്ന്. ഓക്കെ, അപ്പം ഇനി എർത്ത് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നുള്ള എർത്തിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ എർത്ത് ഒരു മോൾട്ടൻ മാസ് ആയിരുന്നു. ഭയങ്കര ചൂടുള്ള ഒരു മാസ് ഓഫ് ബോഡി ആയിരുന്നു എർത്ത്. അതുപോലെ അത് ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലും ആയിരുന്നു.
പിന്നെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നുള്ള ധാരാളം ഒബ്ജക്റ്റുകൾ എർത്തുമായി കൂട്ടിമുട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എർത്തിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഒരു 1000 ഡിഗ്രി സെൽഷ്യസിന്റെ താഴേക്ക് വരുന്നത്. അതിന് മുന്നേ വരെ വെച്ചാൽ മനസ്സിലാക്കുക, എർത്ത് ഹൈലി മോൾട്ടൻ ആയിരുന്നു. ധാരാളം ഇടയ്ക്കിടയ്ക്ക് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഗോളമായിരുന്നു ഭൂമി. അതുപോലെ തന്നെ ഭൂമിയുടെ സർഫസ് എന്ന് പറഞ്ഞാൽ ഹൈലി മോൾട്ടൻ ആയിരുന്നു. മാഗ്മ ലാവ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അങ്ങനെ ആ ടെമ്പറേച്ചർ കുറഞ്ഞപ്പോഴാണ് എർത്തിൽ എന്തുണ്ടാവാൻ തുടങ്ങി, ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം കണക്കാക്കപ്പെടുന്നത് ഏകദേശം 3.9 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ്, ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട് എർത്തിൽ. ഏകദേശം 4 ബില്യൺ ഇയേഴ്സിന് മുന്നെയാണ് എർത്തിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുറച്ച് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ആ സമയത്ത് ഭൂമിയുടെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഹൈലി റെഡ്യൂസ്ഡ് ആയിരുന്നു, ടെമ്പറേച്ചർ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലായതുകൊണ്ട് അവിടെ ഓക്സിജൻ ഇല്ല എന്ന് തന്നെ പറയാം, പുവർ ആയിരുന്നു. എന്നാൽ അവിടെ മീഥേൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഹൈ ടെമ്പറേച്ചർ ആയ ഒരു മാസ് ആയതുകൊണ്ട്, അവിടെ ഭൂമി മാസ് ആയതുകൊണ്ട് ആ വാട്ടർ ലിക്വിഡ് ഫോമിലായിരുന്നു, വേപ്പർ ഫോമിലായിരുന്നു. ഇപ്പൊ മീഥൈന്, ഹൈഡ്രജന്, വാട്ടർ ഇൻ വേപ്പർ ഫോം ആൻഡ് അമോണിയ, ഈ 4 ഗ്യാസസ് ആണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ 3.4 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് ഭൂമിയിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞത്. ആ സമയത്ത് തന്നെ അത് മൈക്രോ ഓർഗാനിസങ്ങളാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് അതിന്റെ തിയറിയിലേക്ക് പോകാം. കണ്ടോ, ഇനി നമ്മൾ ആമ്പിൾ എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഭൂമിയിൽ നമ്മൾ 3.5 ബില്യൺ ഇയേഴ്സ് വർഷങ്ങൾക്ക് മുന്നേ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ള പ്രൂഫാണത്. ജിയോളജിസ്റ്റിന് അവൈലബിൾ ആയ ഒരു റോക്കാണത്. ഈ റോക്കിനെ നമ്മൾ വിളിക്കുക തന്നെ, അതൊരു ഫോസിലാണ്. ഈ ഫോസിൽ റോക്കിനെ വിളിക്കുക തന്നെ എന്താ വെച്ചാൽ മനസ്സിലാക്കുക, സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്നാ. അതെന്താ വെച്ചാൽ മനസ്സിലാക്കുക, മൈക്രോ ഓർഗാനിസങ്ങളായ സയനോബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, ഇവരുടെ പ്രസൻസ് കൊണ്ട്, ഇവരുടെ ഹെൽപ്പോട് കൂടി ഉണ്ടാക്കുന്ന ലേഡ് ആയിട്ടുള്ള റോക്സുകളാണത്. അതുകൊണ്ട് അതിനെ സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സ്ട്രൊമാറ്റോലൈറ്റ്സ് 3.5 ബില്യൺ ഇയേഴ്സ് വർഷങ്ങൾക്ക് മുന്നേ അത്രയും ഏജ് ഉള്ള റോക്ക് ജിയോളജിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം 3.5 ബില്യൺ ഇയേഴ്സിന് മുന്നേ തന്നെ സൂക്ഷ്മജീവികൾ ഭൂമി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ജീവികളുടെ പ്രസൻസ് കൊണ്ട് ഇങ്ങനത്തെ റോക്ക് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ കാരണമായത്. അപ്പൊ അങ്ങനത്തെ അസംഷൻ എന്ത് മനസ്സിലാക്കി, ഏകദേശം 3.5 ബില്യൺ ഇയേഴ്സ് അല്ലെങ്കിൽ 4 ബില്യൺ ഇയേഴ്സിന് മുന്നേ തന്നെ എന്തുണ്ടായിട്ടുണ്ട്, ഭൂമിയിൽ ലൈഫ് ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി ലൈഫ് ഇവോൾവ് ചെയ്യണമെങ്കിൽ ആ ജീവനുള്ള ജീവികൾക്ക് ജീവിക്കാനുള്ള സ്യൂട്ടബിൾ കണ്ടീഷൻ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതിനെ കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകൾ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കോൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഒപ്പാരിൻ എന്ന് പറയുന്ന റഷ്യൻ സയന്റിസ്റ്റും അതുപോലെ തന്നെ ഹാൽഡെയ്ൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സയന്റിസ്റ്റുമാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്നത് ഒപ്പാരിൻ ഹാൽഡെയ്ൻ ഹൈപ്പോത്തസിസ് എന്നാണ് വിളിക്കുന്നത്. അവർ പറയുന്നത് ലൈഫ് ഉണ്ടായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അതായത് ഭൂമിയിൽ ആദ്യമേ ഒക്യുപ്പൈ ചെയ്തിരുന്ന ചെറിയ മോളിക്യൂൾസ് ആയ ഈ മീഥൈനും അതുപോലെ തന്നെ അമോണിയയും അതുപോലെ തന്നെ വേപ്പേഴ്സ് ഓഫ് വാട്ടറും അതുപോലെ തന്നെ ഹൈഡ്രജനും ഒക്കെ കമ്പൈൻ ചെയ്ത് സ്യൂട്ടബിൾ കണ്ടീഷനിൽ എനർജിയുടെ ലൈറ്റനിങ് എന്ന് പറയുന്ന എനർജിയുടെ സഹായത്തോടു കൂടി സ്യൂട്ടബിൾ കണ്ടീഷനിൽ കമ്പൈൻ ചെയ്തിട്ട് മൈക്രോ മോളിക്യൂൾസ് ആയ അതുപോലെ തന്നെ അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ്, ലിപ്പിഡ്സ്, ഇങ്ങനത്തെ കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാക്കി. മൈക്രോയും മാക്രോ മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള മാക്രോ മോളിക്യൂളും ചെറിയ ചെറിയ മോളിക്യൂൾസ് എല്ലാം കൂടി ചേർന്നിട്ട്, ഇങ്ങനത്തെ അമിനോ ആസിഡ് കൂടി ചേർന്നിട്ട് പിന്നീട് പ്രോട്ടീനുകൾ ഉണ്ടായി, ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നിട്ട് RNA-യും DNA-യും ഉണ്ടായി, ലിപ്പിഡുകളൊക്കെ കൂടി ചേർന്നിട്ട് കോംപ്ലക്സ് സ്ട്രക്ചർ ആയി മാറി. അങ്ങനത്തെ കോംപ്ലക്സ് സ്ട്രക്ചറുകൾ പിന്നെയും ഒരുമിച്ച് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആര് പറയുന്നത്,
ഒപ്പാരിൻ പറയുന്നത്. ഹാൽഡെയിൻ അതിൽ ചെറിയൊരു കൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. ഹാൽഡെയിൻ പറഞ്ഞ ലൈഫ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവസാനം ഉണ്ടാകുന്ന ഈ ലിപ്പിഡുകളും ന്യൂക്ലിയോടൈഡുകളും പോലെയുള്ള മോളിക്യൂൾസ് വീണ്ടും അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു കോമൺ എൻവലപ്പിന്റെ സഹായത്തോടു കൂടി ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, എന്നാൽ രണ്ടുപേരും പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് മാക്രോ മോളിക്യൂൾസുകളും. അപ്പൊ നമ്മൾ പറയാൻ പോണത് Oparin-Haldane hypothesis ആണ്, അല്ലെങ്കിൽ Oparin-Haldane theory. So Oparin and Haldane, they are two scientists who explain the origin of life on Earth. In their opinion, they explain the origin of life on Earth, and that opinion is called Oparin-Haldane hypothesis. So they say that Earth is in a highly reduced state. So during that condition, the Earth contains mainly 4 elements. That is for biological entity or biological element, and that is one is methane gas, and second one is ammonia, NH3, and third one is hydrogen, H2 gas, and fourth one is H2O in vapor, because even though the temperature of primitive Earth decreases during the commencement of life on Earth, even though that during that condition also the temperature will be nearly 1000 degrees C or just below the 1000 degrees Celsius. So during that condition, H2O can exist only in the form of vapor. So അങ്ങനെയുള്ള സമയത്ത് ആ 4 gases, so that 4 gases united, that 4 gases undergo reaction with each other in presence of a particular climatic condition, and also in presence of energy. That energy may be lightning. They say that energy is a lightning source. So during that condition, that four entity, biological entity, undergo chemical reaction and transform into amino acids, lipid molecule, nucleotide, etc. So this is their hypothesis. That hypothesis is called Oparin-Haldane hypothesis. Oparin-Haldane പറയുന്നത് ഈ 4 ബയോളജിക്കൽ എൻറ്റിറ്റി ആയ മീഥൈനും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ തന്നെ അമോണിയയും അതുപോലെ തന്നെ വാട്ടർ വേപ്പറും എല്ലാം പരസ്പരം റിയാക്ട് ചെയ്തു ഈ എർത്തിലെ പെർട്ടിക്കുലർ കണ്ടീഷനിൽ വെച്ചിട്ട് എനർജി ലൈറ്റനിങ് ആണ്. അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായതാണ് അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും ലിപ്പിഡുകളും എല്ലാം. ഓക്കെ, അങ്ങനത്തെ ചെറിയ ലിവിങ് അല്ലെങ്കിൽ ബയോട്ടിക് മോളിക്യൂൾസ്, അങ്ങനത്തെ ചെറിയ ബയോട്ടിക് മോളിക്യൂൾസ്, ബയോമോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ലാർജ് ബയോമോളിക്യൂൾസ് ആയ മാക്രോ മോളിക്യൂൾസ് ആയി, അഥവാ പ്രോട്ടീന്, അതുപോലെ ന്യൂക്ലിക് ആസിഡ് ആയ DNA, RNA, ലാർജ് ലിപ്പിഡ്സ്, ഫാറ്റുകൾ അങ്ങനെയൊക്കെ ആയി മാറി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ലാർജ് മാക്രോ മോളിക്യൂൾ വീണ്ടും ക്ലസ്റ്റർ ചെയ്തിട്ടാണ് ഒരു ബയോളജിക്കൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ലിവിങ് ഓർഗാനിസം ആയത് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് Oparin-Haldane hypothesis പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, ആ Oparin-Haldane hypothesis എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തു. യുറേ എന്ന് പറയുന്ന സയന്റിസ്റ്റും മില്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റും അതിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തു. Oparin-Haldane hypothesis പറയുന്ന കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ താഴെ കാണുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാം. ഓക്കെ, ഇതാ രണ്ടാമത്. ഇതിൽ നിങ്ങൾക്ക് കാണാം പ്രൈമോഡിയൽ സൂപ്പ് എന്ന് പേര് കൊടുത്തത് കാണാം അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളൊക്കെ കൂടിച്ചേർന്ന് ഒരു ലാർജ് കോംപ്ലക്സ് ആയ കോമ്പൗണ്ട് ആയി മാറി. ആ കോംപ്ലക്സ് ആയ കോമ്പൗണ്ടുകൾ എവിടെ അക്യുമുലേറ്റ് ചെയ്തു? വാട്ടർ ബോഡീസ്, ജലാശയങ്ങളുടെ തൊട്ടടുത്താണ് അക്യുമുലേറ്റ് ചെയ്തത്. അപ്പൊ അതിന് വിളിച്ച പേരാണ് പ്രൈമോഡിയൽ സൂപ്പ് എന്നൊക്കെ വിളിച്ചത്. ഓക്കെ, ഇനി ഇതാണ് ബാക്കി, ഒന്ന് വായിച്ചു നോക്കാം. Oparin-Haldane ഹാൾഡേനെ കൺസെപ്റ്റ് ചെറിയ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, ചെറിയ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്.
ഒപ്പാരിൻ പറഞ്ഞത് ഈ മാക്രോമോളിക്യൂൾസ് കോളനീസ് ആയിട്ട് നിൽക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഹാൾഡെയും പറഞ്ഞത് അത് കോളനീസ് ആയി നിൽക്കുന്നുണ്ടെങ്കിലും അതൊരു കോമൺ മെംബ്രെയിന്റെ അകത്തായിട്ടാണ് നിൽക്കുക. ഇനി നമ്മൾ ഒപ്പാരിൻ ഹാൾഡെയിൻ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വേറൊരാളുടെ വ്യൂവില് ഫ്യൂച്ചർ അല്ലെങ്കിൽ പിന്നീട് ബാക്കി അതിനുശേഷം ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് ശേഷം വന്ന സയന്റിഫിക് കമ്മ്യൂണിറ്റീസ് അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം അവർ ഉള്ള ഒരു കൺക്ലൂഷനിൽ എത്തി എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഭൂമി എന്ന് പറഞ്ഞാൽ ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസിൽ ഒപ്പാരിൻ ഹാൾഡെയിൻ പറഞ്ഞ പോലെ ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലൊന്നും ആയിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ചെറിയ അളവിലൊക്കെ ഓക്സിജൻ ഉണ്ടായിരുന്നു, ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലൊന്നല്ല. ഓക്കെ, അങ്ങനെ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് അല്ലാത്തത് കൊണ്ട് ആ ആശയം കറക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, എന്ത്, എപ്പോഴും ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് എല്ലാവരും വിശ്വസിക്കുന്നത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ തന്നെയാണ്. അതെങ്ങനെ? ആദ്യം ചെറിയ ചെറിയ മൈക്രോ മോളിക്യൂൾസുകൾ ഉണ്ടായി, മൈക്രോ മോളിക്യൂൾസ് കൂടി ചേർന്ന് മാക്രോ മോളിക്യൂൾസ് ആയ പ്രോട്ടീനും ലിപ്പിഡും അമിനോ ആസിഡുകളൊക്കെ ഉണ്ടായി. ആ മാക്രോ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് ഒരു സെല്ലിന്റെ രൂപത്തിലേക്ക് എത്തിയത് എന്നാണ് ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് പറഞ്ഞത്. അത് തന്നെയാണ് എല്ലാ സയന്റിഫിക് കമ്മ്യൂണിറ്റിയും വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസിലെ ഈ കാര്യങ്ങൾ ഇപ്പോഴും എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇപ്പോഴും ലൈഫിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് 100% സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എല്ലാവരുടെയും ഒരു അസംപ്ഷൻ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, ഇനി ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ് ലൈഫ് ഉണ്ടായത് ഇനോർഗാനിക് കോമ്പൗണ്ട് ആയ ഹൈഡ്രജനും അമോണിയയും അതുപോലെ തന്നെ വാട്ടർ വേപ്പറും അതുപോലെ തന്നെ മീഥേൻ ഗ്യാസ് ഒക്കെ കൂടി ചേർന്നിട്ട് ആദ്യം മൈക്രോ മോളിക്യൂൾസ് ആയ അമിനോ ആസിഡ് ഒക്കെ ഉണ്ടായി, പിന്നെ മാക്രോ മോളിക്യൂൾസ് ആയ പ്രോട്ടീനും അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ് ഒക്കെ ഉണ്ടായി. അത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് കോമൺ മെംബ്രെയിന്റെ അകത്തോ അല്ലാതെയോ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെയാണ് ഒപ്പാരിനും ഹാൾഡെയിനും പറഞ്ഞത്. ഇനി ആ ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസിനെ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് 1953 യുറേ എന്ന് പറയുന്ന ഹെറോൾഡ് യുറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. അത് നമ്മൾ പോപ്പുലറായി അറിയപ്പെടുന്നത് യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്നാണ്. അവരുടെ ഫുൾ നെയിം ആണ് സ്റ്റാൻലി മില്ലർ ആൻഡ് ഹെറോൾഡ് യുറേ. അവരാണ് അത് ഒപ്പാരിൻ ഹാൾഡെയിനും പറഞ്ഞ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് തെളിയിച്ചത്. അവർ തെളിയിച്ചത് ഒരു എക്സ്പെരിമെന്റിലൂടെയാണ്. അപ്പൊ അവര് എക്സ്പെരിമെന്റിന് അവർ യൂസ് ചെയ്തത് എന്താ വെച്ചാൽ മനസ്സിലാക്കുക, ഒപ്പാരിൻ ഹാൾഡെയിൻ പറഞ്ഞ അതേ എൻവയോൺമെന്റ് അവർ ചെയ്തത് 4 ഇനോർഗാനിക് എലമെന്റ് ആയ വാട്ടർ വേപ്പർ, അമോണിയ, മീഥേന്, ഹൈഡ്രജനും യൂസ് ചെയ്തു. എന്നിട്ട് അവർ എന്ത് ചെയ്തു, എർത്തിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അതേ എൻവയോൺമെന്റ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എനർജി നമ്മൾ പറഞ്ഞല്ലോ, ഈ 4 ഇനോർഗാനിക് എലമെന്റ് പരസ്പരം റിയാക്ട് ചെയ്യും എനർജിയുടെ സഹായത്തോടു കൂടി. ലൈറ്റനിങ് തന്നെയല്ലേ, അതിന് പകരം അവർ ഇലക്ട്രിക് സ്പാർക്കും കൊടുത്തു. ലൈറ്റനിങ് പകരമായിട്ട് ഇലക്ട്രിക് സ്പാർക്ക്. ആ സെറ്റിംഗ്സ് ആണ് ഇത്. കണ്ടോ, 4 H2O ഇവിടെ ഈ ബോൾ പോലത്തെ ഭാഗം, എന്റെ കഴ്സർ മൂവ് കാണാം, ഈ ബോൾ പോലത്തെ ഭാഗം കണ്ടോ, അതിന്റെ അകത്ത് H2O, മീഥേന്, അമോണിയ, ഹൈഡ്രജൻ ഇട്ട് അവിടെ ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്ത് കാഥോഡ് മാനോഡൊക്കെ വെച്ച് ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഗ്യാസ് ഇൻലെറ്റ് ആണ്. കണ്ടോ, ഇത് നിങ്ങളുടെ ഈ ഗ്യാസ് നിറച്ചതാണ്. ഓക്കെ, പോട്ടെ. ഇനി ഇതിന്റെ താഴെ കണ്ടോ, അത് വാട്ടർ ആണ്. ഓക്കെ അല്ലെ, വാട്ടർ ആണ്. ഓക്കെ അല്ലെ. എന്നിട്ട് അവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എന്തായി മാറും, വേപ്പർ ആയി മാറും. അങ്ങനെ വാട്ടർ കിട്ടി അല്ലെ. അത് എർത്തിൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു കണ്ടീഷൻ. ഇങ്ങനെ കൊടുത്തപ്പം ഇവർക്ക് എന്ത് കിട്ടി, ഇങ്ങനെ കൊടുത്ത് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തു അല്ലെ, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് അവർ വെയിറ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി, അവർ ഈ ലിക്വിഡ്, ഈ താഴെയുള്ള വാട്ടർ അവരെന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ അമിനോ ആസിഡിന്റെ പ്രസൻസും അമിനോ ആസിഡുകളും ലിപ്പിഡുകളുടെ ഒക്കെ പ്രസൻസ് അവർക്ക് കണ്ടെത്തി. അതിന്റെ അർത്ഥം അമിനോ ആസിഡുകളും ലിപ്പിഡൊക്കെ ഇങ്ങനെ എർത്തിന്റെ അങ്ങനത്തെ കണ്ടീഷനിൽ ഈ 4 ഗ്യാസസ് റിയാക്ട് ചെയ്താൽ കിട്ടുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതിനർത്ഥം എർത്തിൽ ഈ ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് പറഞ്ഞതുപോലെ കിട്ടും. ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ പോലെ എർത്തിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആയ എർത്തിൽ ഈ 4 ഗ്യാസ് ഉണ്ടായിരുന്നു. അത് ആ ലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് മനസ്സിലായി. പക്ഷേ അങ്ങനെ തന്നെയാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാൻ പറ്റൂല. ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് പറഞ്ഞ ഒരു കാര്യം പ്രൂവ് ചെയ്തു, അത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട്, പക്ഷെ അല്ലാത്ത രീതിയിലും ലൈഫ് ഉണ്ടാകാം, അത് പറയാൻ പറ്റൂല. അപ്പൊ ഇതില് അപ്പൊ യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്താ വെച്ചാൽ മനസ്സിലാക്കാം, ഒപ്പാരിൻ ഹാൾഡെയിൻ ഹൈപ്പോത്തസിസ് ഊഹിച്ച്, അല്ലെങ്കിൽ ഒപ്പാരിൻ ഹാൾഡെയിനും അവരുടെ ഊഹങ്ങൾ കൊണ്ടും ചില എവിഡൻസ് കൊണ്ടും അവര്
ഒരു കൺക്ലൂഷനിൽ എത്തിയിരുന്നു. ആ കൺക്ലൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എർത്ത് ഉണ്ടായത്, എർത്തിൽ ലൈഫ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല. വേറെ രൂപത്തിൽ ഉണ്ടാകാം, അത് പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ആശയം. അത് അതിന്റെ നോട്ട്സ് ആണ്. കണ്ടോ, ഒപ്പാരിൻ-ഹാൾഡൻ ഹൈപ്പോതെസിസ്. ഇതാണ് നോട്ട്സ്. ഇതാണ് ആ കൺസെപ്റ്റ്, ഒപ്പാരിൻ-ഹാൾഡൻ ഹൈപ്പോതെസിസിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഈ ഒപ്പാരിൻ-ഹാൾഡൻ ഹൈപ്പോതെസിസ് എടുത്താല്, ഒപ്പാരിൻ-ഹാൾഡൻ ഹൈപ്പോതെസിസിന്റെ പ്രൂഫ് ആണ് യുറേ-മില്ലർ എക്സ്പെരിമെന്റ്. പക്ഷെ യുറേ-മില്ലർ എക്സ്പെരിമെന്റിൽ എന്ത് കിട്ടിയിട്ടില്ല? DNA-യോ ന്യൂക്ലിയോടൈഡുകളോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അത് യുറേ-മില്ലർ എക്സ്പെരിമെന്റിൽ 100% കൺഫർമേഷൻ കൊടുക്കുന്നില്ല. യുറേ-മില്ലർ എക്സ്പെരിമെന്റിൽ DNA കിട്ടുന്നില്ല. അതുകൊണ്ട് എന്നാൽ ഒപ്പാരിൻ-ഹാൾഡൻ ഹൈപ്പോതെസിസ് പറഞ്ഞ ഷുഗറും ലിപ്പിഡും ഓർഗാനിക് കോമ്പൗണ്ടും അമിനോ ആസിഡും കിട്ടുന്നതിന്റെ കൂടെ ഇതുപോലെ DNA-കളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഒപ്പാരിൻ-ഹാൾഡൻ ഹൈപ്പോതെസിസ് പറയുന്നുണ്ട്. എന്നാൽ അതിൽപ്പെട്ട DNA അതുപോലെ തന്നെ പ്രോട്ടീനും മിസ്സിംഗ് ആണ്. അമിനോ ആസിഡും ഷുഗറും ലിപ്പിഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ ആശയം. ഇനി യുറേ-മില്ലർ എക്സ്പെരിമെന്റ് മീനിങ് ഫുൾ ആണോ അല്ലേ എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യുറേ-മില്ലർ എക്സ്പെരിമെന്റ് പറയുന്നത് അത് ഒപ്പാരിൻ-ഹാൾഡൻ ഹൈപ്പോതെസിസിന്റെ ആ ഹൈപ്പോതെസിസ് പ്രൂവ് ചെയ്യാണ്. പക്ഷെ അതെല്ലാം പ്രൂവ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ന്യൂക്ലിയോടൈഡുകളൊക്കെ DNA-യും അതുപോലെ തന്നെ പ്രോട്ടീനുകളും യുറേ-മില്ലർ എക്സ്പെരിമെന്റിലെ പ്രൂഫിലൂടെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് അമിനോ ആസിഡുകളും ഷുഗേഴ്സും ലിപ്പിഡുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 100% ശരിയാണ് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, പക്ഷെ ചില അമിനോ ആസിഡുകൾ കൂടി ചേർന്നാൽ പ്രോട്ടീൻ പിന്നീട് ഉണ്ടാകും എന്നൊക്കെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് യുറേ-മില്ലർ എക്സ്പെരിമെന്റ്. ഇനി നമ്മൾ പറയേണ്ടത് ഒറിജിൻ ഓഫ് പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട് ആണ്. അത് നമ്മൾ പറയും. ഓക്കെ,